ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാംഗോ ജാം ആണ്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ഹെൽത്തി ആയ രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ മാങ്ങയുടെ സീസണൊക്കെ കഴിയാറായല്ലോ. അപ്പോൾ ഇനിയുള്ള മാങ്ങ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം തന്നെ മാങ്ങ എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മൂവാണ്ടൻ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെല്ലാം കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് എടുക്കണം. പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മാങ്ങ അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്. മാങ്ങയുടെ ആ ജ്യൂസിനകത്ത് കിടന്ന് തന്നെ അത് നരഞ്ഞ് നല്ല പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അങ്ങനെ അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. തരിയൊന്നും ഇല്ലാതെ അരയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നമുക്ക് ഒരു സ്പ്രെഡായിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ നല്ല ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളത് എടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. അതിനായിട്ട് ഒരു പാന് അടുപ്പിലേക്ക് വെച്ച് അത് ചൂടാകുമ്പോൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ഫ്ലേവർ ഒന്നുകൂടെ മുന്നിൽ നിൽക്കുന്നേ ഉള്ളൂ. അതെല്ലാം മാംഗോയുടെ ഫ്ലേവർ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറയുന്ന അളവിൽ നെയ്യ് എടുത്താൽ മതിയാവും. അപ്പം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മാംഗോയിലുള്ള വെള്ളം നന്നായിട്ട് വറ്റി വരണം. പിന്നെ നമ്മൾ മധുരത്തിനായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രിഡ്ജിലൊക്കെ വെക്കാമെങ്കിൽ ഒരു 2 മാസത്തിൽ കൂടുതൽ എന്തായാലും ഇരിക്കും. ഞാനിപ്പോൾ വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ്. ശർക്കര ഉരുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു 300 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഒരു ഗ്യാസിൽ നമ്മുടെ മാങ്ങ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വെള്ളമായി വരുമ്പോൾ നമുക്കതെടുത്ത് ഈ മാംഗോയിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും പൊടിയോ മറ്റോ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടും. അപ്പോൾ അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്കൊരു 2 മാസത്തിൽ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്നൊക്കെ ജാമൊക്കെ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുന്നതിനെക്കാട്ടിൽ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ്. ഒന്നില്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ അതിൽ ഹെൽത്ത് ബെനിഫിറ്റ് അല്ലാതെ ദോഷമൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് കരുതാം. പിന്നെ ഞാനിത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് വെച്ച് നോക്കാം. പക്ഷേ ഫ്രിഡ്ജിലാകുമ്പോൾ കുറച്ചുകൂടെ നാൾ ഇരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ശർക്കരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് ക്ഷമ വേണം ഈ ജാം വരട്ടിയത് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട്. കുറച്ച് ടൈം എടുത്താലും നമുക്കിത് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇടയ്ക്ക് ഞാൻ ഇളക്കുമ്പോൾ എനിക്ക് കൈ കഴിക്കുമ്പോൾ അമ്മയെ വിളിച്ച് ഇളക്കിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് ചേഞ്ചായി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു ബബിൾസ് ഫോം ചെയ്യും. അപ്പോൾ ബബിൾസ് പൊട്ടുമ്പോൾ നമ്മുടെ കയ്യിലും മറ്റും തെറിച്ച് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല ചൂടാണ്. ദേഹത്ത് എവിടെയെങ്കിലും വീണാൽ പെട്ടെന്ന് പൊള്ളും. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് പ്രിപ്പയർ ചെയ്യുക. ഈ മാങ്ങയിലുള്ള ജലാംശം എല്ലാം ഫുള്ളായിട്ട് പോകണം. എന്നിട്ട് നമ്മുടെ ശർക്കര ആ മാങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കണം. മാങ്ങ നല്ല മധുരം ഉള്ളതായതുകൊണ്ട് തന്നെ ശർക്കര നമുക്ക് കുറച്ചെടുത്താൽ മതി. അതല്ല കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞതിനെക്കാട്ടിലും കുറച്ചുകൂടെ അളവ് കൂട്ടി ശർക്കര എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട്. ഇപ്പോൾ പാനിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ചുകൂടെ കുറുകണം. അത്രയും മതിയാവും. നല്ല തിക്കായിട്ട് നമുക്ക് ഈ വരട്ടി ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അതപ്പോൾ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല. ബ്രെഡിലോ ചപ്പാത്തിയിലോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ എളുപ്പം ഞാൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി തിക്കായി വരുന്നതിനനുസരിച്ച് നമുക്ക് ഇടയ്ക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ആദ്യം ചേർത്തിരുന്നത്. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ശരിക്കും നമുക്ക് ആവശ്യം. ഇനി ഒരു 3-4 മിനിറ്റിനുള്ളിൽ നമുക്ക് പാൻ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ വരട്ടിയതിരിക്കുന്നത്. നമുക്കിത് ജാമായിട്ട് യൂസ് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തത്. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ പാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഉള്ള ആ പ്രിസർവേറ്റീവ്സിൻ്റെ ഒക്കെ ഒരു ചുവയുണ്ടല്ലോ, അതുണ്ടാവില്ല. ഭയങ്കര ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നമുക്ക് ചപ്പാത്തിയിലോ ബ്രെഡിലോ അങ്ങനെ എന്തിലും വേണമെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുകൂട്ട് ഇലയുടെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഇത് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. നേരത്തെയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനലിലെ ബാക്കി വീഡിയോകളും കൂടെ കാണാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.